നമസ്കാരം, വെൽക്കം ടു മായസ് മൈൻഡ് ടോക്സ്. T20 വേൾഡ് കപ്പ് നേടിയ ടീം ഇന്ത്യയുടെ ആഹ്ലാദം കണ്ടില്ലേ? അത് അവരെങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നതെന്ന് നോക്കൂ. ആ പിച്ചിൽ മുട്ടുകുത്തി നിന്ന് നിമിഷങ്ങളോളം പ്രാർത്ഥിക്കുന്നു, കൊച്ചുകുട്ടികളെ പോലെ പൊട്ടിക്കരയുന്നു, അവരുടെ പ്രിയപ്പെട്ടവരെ വിളിച്ച സന്തോഷം പങ്കുവയ്ക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, വളരെ ഇമോഷണലായി ഹഗ് ചെയ്യുന്നു. പതിനായിരക്കണക്കിന് കാണികളുടെ ഹർഷാനത്തിനിടയിൽ വേൾഡ് കപ്പ്, അതായത് 144 കോടി ഭാരതീയരുടെ സ്വപ്നമായ ആ കപ്പ് ടീം ക്യാപ്റ്റൻ ഉയർത്തുന്നു. എല്ലാറ്റിനും ഉപരി ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാക ലോകത്തിന് മുന്നിൽ ഉയർത്തുന്ന അഭിമാന നിമിഷം, ദ പ്രൗഡ് മൊമെൻറ്റ്. ഇതെല്ലാം തന്നെ ഓരോ ടീം അംഗവും അവരുടെ മനസ്സിൽ പരിശീലന സമയത്ത് തന്നെ ദൃശ്യവൽക്കരിച്ചിരിക്കും, വിഷ്വലൈസ് ചെയ്തിരിക്കും. സ്പോർട്സ് ടീമുകൾക്ക്, പ്രത്യേകിച്ച് ദേശീയ അന്തർദേശീയ ടൂർണമെൻറ്റുകൾക്കൊക്കെ ഇറങ്ങുന്ന ടീമുകൾക്ക് കായിക പരിശീലനത്തിന് പുറമെ മാനസിക പരിശീലനവും നൽകി വരുന്നുണ്ട്. ഇത് അവരുടെ ആ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ്റെ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനും കോൺസെൻട്രേഷൻ ഡിസ്ട്രാക്റ്റഡ് ആകാതെ ഫോക്കസ്ഡ് ആകുന്നതിനും വേണ്ടിയാണ്. ഇതിൽ മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉൾപ്പെടുന്നു. അതായത് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് പോലെയുള്ള മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്കുകളും പോസിറ്റീവ് സെൽഫ് ടോക്ക്, വിഷ്വലൈസേഷൻ പോലെയുള്ള ടൂളുകളുമുണ്ട്. ഇതിൽ വിഷ്വലൈസേഷൻ ഈസ് എ വെരി വെരി പവർഫുൾ ടൂൾ. ഓരോ ടീം അംഗവും അവരുടെ വിജയത്തെ, ആ ടീമിൻ്റെ വിജയത്തെ മനസ്സിൽ ദൃശ്യവൽക്കരിക്കേണ്ടത് അവർ പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം. അതായത് ആ കാണികളുടെ ഹർഷാരവം, ഗാലറിയിലിരിക്കുന്ന 10,000-കണക്കിന് കാണികളുടെ ഹർഷാരവം കാണണം, അവർ കാതുകളിൽ കേൾക്കണം. അതുപോലെ വിജയശ്രീലാളിതരായി നിൽക്കുന്ന ടീം അംഗങ്ങൾ പരസ്പരം ഹഗ് ചെയ്യുമ്പോൾ ആ നിശ്വാസം, ആ സ്മെല്ല് അത് ഉള്ളിൽ ഫീൽ ചെയ്ത് വേണം ദൃശ്യവൽക്കരിക്കേണ്ടത്. അതുപോലെ എതിർ ടീം അംഗങ്ങൾക്ക് നൽകുന്ന ഹസ്തദാനത്തിൻ്റെ സ്പർശനം പോലും ഫീൽ ചെയ്ത് വേണം വിഷ്വലൈസേഷൻ നടത്തുന്നത്. അവരുടെ സ്പീച്ച് ഉണ്ടല്ലോ, വിജയികളായി നിൽക്കുന്ന ടീം അംഗങ്ങളുടെ സ്പീച്ച്, അതിൽ ഓരോ വാചകങ്ങളും അവരുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നിരന്തരം വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് ആ ഒരു കഠിന പരിശ്രമത്തിനൊപ്പം ഈ സ്ട്രോങ് വിഷ്വലൈസേഷനും പ്രേയറും കൂടിയാകുമ്പോൾ ആ ഒരു വിജയസാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നത്. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഏതുമാകട്ടെ, സ്വപ്നങ്ങൾ എന്തുമാകട്ടെ, വീട്, വിവാഹം, വിദ്യാഭ്യാസം, ജോലി, നല്ലൊരു വാഹനം, ഇഷ്ടപ്പെട്ട വാഹനം സ്വന്തമാക്കുക, നല്ലൊരു സ്പീക്കറാകുക, നല്ലൊരു ആർട്ടിസ്റ്റ് ആകുക, അതുപോലെ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഡോഗ്സിന് ഷെൽട്ടർ ഒരുക്കുക, സ്പിരിച്വാലിറ്റിയിൽ കുറച്ചുകൂടി ഒരു ഹയർ ലെവലിലേക്ക് പോവുക, എന്ത് സ്വപ്നമായാലും ആ ലക്ഷ്യം നാം സെറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിൽ വിജയിച്ച് നിൽക്കുന്ന ആ മുഹൂർത്തം കൂടി നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അതായത് സ്ട്രോങ് വിഷ്വലൈസേഷൻ. ആ വിഷ്വലൈസേഷനിൽ നമ്മുടെ വികാരങ്ങൾ കൂടി ഉണ്ടാകണം. അത് പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തി വേണം വിഷ്വലൈസ് ചെയ്യാനെന്ന് പറയും. നാം വിജയിച്ച് നിൽക്കുന്ന ആ മുഹൂർത്തത്തിൽ വിതരണം ചെയ്യുന്ന മധുരപലഹാരത്തിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാവിൽ ഉണ്ടാകണം. അതിൽ പങ്കാളികളായിരിക്കുന്ന വ്യക്തികളുടെ സന്തോഷം, അവരുടെ മുഖത്തെ ആ ഒരു ചാരിതാർത്ഥ്യം അത് നമ്മൾ കാണണം. അവരുടെ ഒരു ഹഗ്, അവരുടെ സ്പർശനം, അതിൻ്റെ സ്നിഗ്ധത നമ്മൾ അറിയണം. അങ്ങനെ വേണം ആ വിഷ്വലൈസ്. അതായത് ഒരു സിനിമ എങ്ങനെയാണോ ഒരു സംവിധായകൻ ചിത്രീകരിക്കുന്നത്, സീക്വൻസ് ബൈ സീക്വൻസ് ആയിട്ട് ചിത്രീകരിക്കുന്നത് എങ്ങനെയാണോ, അതുപോലെ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ആ ഓരോ മൊമെൻറ്റ്സും, ആ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ആ ഒരു മൂവി പോലെ ചിത്രീകരിച്ച് നമ്മുടെ മനസ്സിൽ സ്ക്രോൾ ചെയ്തിരിക്കണം. അങ്ങനെ സ്ട്രോങ് ആയി വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പരിശ്രമത്തിനൊപ്പം ഈ സ്ട്രോങ് വിഷ്വലൈസേഷനും പ്രേയറും കൂടിയാകുമ്പോൾ, പ്രാർത്ഥനയും കൂടിയാകുമ്പോൾ നമ്മളുടെ ആ ഒരു സക്സസ് ഈ യൂണിവേഴ്സ് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നതും അത് നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരുന്നതും. അപ്പോൾ ശ്രമിക്കുകയല്ലേ? ട്രൈ ഇറ്റ് ഫ്രം ടുഡേ ഇറ്റ്സെൽഫ്. ബെസ്റ്റ് ഓഫ് ലക്ക്.